ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ആരംഭിക്കാം. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി जय गोपी जलवल्लभ जय गोपी जलवल्लभ जय गिरिवरधारी जय गिरिवरधारी यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनातीरावनचारी यमुनातीरावनचारी जय कुंज बिहारी जय कुंज बिहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लङ्कायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणम् परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत्। ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। अष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ज्ञानतिमिरन्तस्य ज्ञानाञ्जनशलाकाय चक्षुरुन्मिलितं तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवंश्च श्रीरूपं साग्रजातं सर्वनरघुनाथं वेदान्तं सजीवम् सद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीकृष्णार्पणमस्तु। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने वाचार्यपादाय निताय कृपप्रदायिने गौरगदाधाय नगरग्रामधारिणे। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणी निर्विशेष शून्यवादी पाश्चात्य। ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति सिद्धांत सरस्वती नामिने शिवाशवानवी देवदेताय कृपाब्दे कृष्ण संबंध विज्ञानदायिनी माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानुग भक्तिदा श्रीगौरवरणा शक्ति विग्रहाय नमस्ते। नमस्ते गौरवाणी श्रीमते दीनदारिणी रूपानुग सिद्धांत द्वंद्वहारिणी नमो गौरकिशोराय साक्षात् वैराग्यमूर्ते प्रणव। नमो भक्ति विनोदाय सच्चिदानंदनामिने गौरशक्तिस्वरूपाय गौराविर्भाव भूमेस्तं निर्दिष्ट सज्जन प्रिय वैष्णव सर्वभौम श्रीजगन्नाथाय। नमो महावदन्याय कृष्ण प्रेम प्रदाय दे कृष्णाय कृष्ण चैतन्य नामिने गौरकृष्ण
പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധ കാന്ത നമസ്തുതേ. വേദാം സുരതോപം ഗൗർമമോന്തമതീർഗതിമത്സർവസ്വപാദാം മൂർജോദാദാമകരം ദിവ്യവൃന്ദാരണ്യകൽപദ്രുമല ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദീപോ കൃഷ്ണാനഭിസ്മരം ശ്രീമന്ദാസരസാരം വീവം ശ്രീപടത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപിർഗോപിനാഥസ്വസ്തം തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ മുഖം കരോതി വാചാലം പങ്കും ലങ്കായിരേഖിരം യത്കൃപാദമാം ദേശീയം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം ബ്രഹ്മസ്തുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 10-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ശ്രീവിദുരോവാച അന്തർഹിതേ ഭഗവതി ബ്രഹ്മലോക പിതാമഹ പ്രജാ സസർജ കദിതാ ദൈഹികീർമാനസിർ വിഭൂ. വിദുര ചോദിച്ചു ആരോട്? മൈത്ര ഋഷിയോട്. എങ്ങനെയാണ് സൃഷ്ടികർമ്മങ്ങൾ ആരംഭിച്ചത്? ബ്രഹ്മദേവൻ, പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവൻ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും എങ്ങനെയാണ് ഭഗവാൻ ആയതിനു ശേഷം സൃഷ്ടി ആരംഭിച്ചത് എന്ന് ചോദിക്കും. അടുത്ത ശ്ലോകം. യേ ചേമേ ഭഗവൻ പൃഷ്ടസ്ത്വയ്യർത്ഥ ബഹുവിത്തമ താൻ വദസ്വാനുപൂർവേന ചിന്തിന സർവസംശയം. മഹാപണ്ഡിതനായ മൈത്ര ഋഷി, എൻ്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുക. ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും സംശയത്തിനെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ചോദ്യത്തിനും ഒന്ന് കാരുണ്യപൂർവ്വം ഉത്തരം നൽകുക എന്ന് പറഞ്ഞു. സൂത ഉവാച ഏവം സഞ്ചോദിതസ്തേന ശത്രശൗരാവിർമുനി പ്രീത പ്രത്യഹ തൻ പ്രശ്നാൻ ഹൃദയസ്ഥാൻ നഥ ഭാർഗവ. അന്നേരം ഇവിടെ സൂത ഋഷി ശൗനകാദി ഋഷികളോടാണ് ഭാഗവതം പറയുന്നത്, അത് നമുക്കറിയാം. അന്നേരം അവർ പറഞ്ഞു, അന്നേരം സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുകയാണ്, മൈത്ര ഋഷി വിതുരരുടെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഒരുപാട് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി എന്ന് സൂത ഋഷി പറയുക. മൈത്രയുവാച വിരിഞ്ചോപി തഥാ ചക്രേ ദിവ്യം വർഷശതം തഭ ആത്മനി ആത്മാനമാവേശ്യ യഥാഹ ഭഗവനച. മൈത്ര ഋഷി പറഞ്ഞു, വിതുരരെ, ബ്രഹ്മദേവൻ 100 ദേവവർഷം വരെ തപസ് ചെയ്തു ഭഗവാൻ അപ്രത്യക്ഷമായതിനു ശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു. ഭക്തിയുത സേവനത്തിൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നവവിധ ഭക്തി, ഭഗവാനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാന്റെ നാമം ജപിച്ച് അങ്ങനെ ഇരുന്നു 100 ദേവവർഷത്തോളം. തദ്വിലോക്യ അബ്ജസംഭൂതോ വായുന യദ് അവിഷ്ഠിത പത്മം അംബശ്ച തത്കാല കൃതേ വീരേന കമ്പിതം. അന്നേരം അതിനുശേഷം ബ്രഹ്മദേവൻ നോക്കിയപ്പോൾ ബ്രഹ്മദേവൻ ഇരിക്കുന്ന ആ താമര ഒരുപാട് ശക്തമായിട്ടുള്ള കാറ്റിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. തപസാഹിയേതാമനേന വിദ്യയാ ചാത്മസംസ്ഥയ വിവൃദ്ധ വിജ്ഞാനോ ബലോ ന്യായദ്വായും സംഭാസസ. അന്നേരം
പ്രളയം വന്നതുകൊണ്ട് ആ താമരയും കൊടുങ്കാറ്റിൻ്റെ ആ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് കാരണം താമര മുങ്ങിയിരിക്കുകയായിരുന്നു. അതുകൂടാതെ ആ കൊടുങ്കാറ്റിൽ താമര ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ബ്രഹ്മദേവൻ്റെ തപോബലം കൊണ്ട് ആ കാറ്റിനെ മുഴുവൻ പ്രത്യക്ഷമാക്കി കാറ്റിനെ മുഴുവൻ ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആ കാറ്റും വെള്ളത്തെയും ബ്രഹ്മദേവൻ ഉള്ളിലേക്ക് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. തദ്വിലോക്യാവിയദ്വ്യാപി പുഷ്കരം യത് അഭീഷ്ടിതം അനേന ലോകാൻ പ്രാഗ്ലീനൻ കൽപ്പിതാസ്മിതി അചിന്തയത്. അതിനുശേഷം അദ്ദേഹം കണ്ടു, അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ താമരയുടെ ഉള്ളിൽ തന്നെ ആ 14 ലോകങ്ങളുടെയും ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കി, രൂപഘടന ഉണ്ടെന്ന് മനസ്സിലാക്കി. അന്നേരം കഴിഞ്ഞ കൽപ്പത്തിൽ എങ്ങനെയാണോ 14 ലോകങ്ങൾ സൃഷ്ടിച്ചിരുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചർ ബ്രഹ്മദേവന് ഇപ്പോഴത്തെ ആ താമരയിൽ നിന്ന് കിട്ടി. പത്മകോശം തദാവിശ്യ ഭഗവത് കർമ്മചോദിത ഏകം വിമംഷിതുരുദ്ധ്വാ ത്രിധാ ഭവ്യം ദിസപ്തദ. അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ വ്യാപൃതനായ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ആ താമരയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഈ താമരയെ അദ്ദേഹം മൂന്നായിട്ട് വിഭജിച്ചു. എന്നിട്ട് പിന്നെ അതിനെ 14 വിഭജിച്ചു. 3 എന്ന് പറയുമ്പോൾ ഉപരിലോകം, മധ്യലോകം, അധമലോകം. അതായത് മുകളിലോട്ടുള്ള ലോകം, പിന്നെ ഭൂമണ്ഡലം, താഴോട്ടുള്ള ലോകം. പിന്നെ അതിനെ വീണ്ടും 14 വിഭജിച്ചു. ഇങ്ങനെ മുകളിൽ നിന്നും 6, പിന്നെ ഭൂമണ്ഡലം 7, പിന്നെ അടിയിലുള്ള 7 ലോകങ്ങൾ. അങ്ങനെ 14 ബ്രഹ്മദേവൻ ഇതിനെ വിഭജിച്ചു. ഏതവാൻ ജീവലോകസ്യ സംസ്ഥഭേദ സമാഹൃത ധർമ്മസ്യ ഹി അനിമിത്തസ്യ വിപാക പരമേഷ്ടസോ. ഇവിടെ മൈത്രഋഷി പറയുന്നു, ബ്രഹ്മദേവൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, പരമേഷ്ടി അസോ. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹത്താലും ഭഗവാനെക്കുറിച്ചുള്ള അതീന്ദ്രിയ ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ബ്രഹ്മദേവൻ ഈ സൃഷ്ടിയിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് പറയുന്നത്. പരംപിത ബ്രഹ്മദേവ് കി ജയ്. അങ്ങനെ അദ്ദേഹം 14 ലോകങ്ങളെ സൃഷ്ടിച്ചു, പല പല ജീവജാലങ്ങൾക്കും താമസിക്കാനായിട്ട്, അവരുടെ ഗുണങ്ങളനുസരിച്ചും യോഗ്യതയനുസരിച്ചും ആഗ്രഹങ്ങളനുസരിച്ചും താമസിക്കാനായിട്ട്. വിധുരോവാച യഥാതബഹൂരൂപസ്യ ഹരേരദ്ഭുതകർമ്മണ കലാഖ്യം ലക്ഷണം ബ്രഹ്മം യഥാ വർണ്ണായന പ്രഭു. വിധുരർ വീണ്ടും മൈത്രഋഷിയോട് ചോദിച്ചു, മൈത്രഋഷി, അങ്ങ് ഒരുപാട് അറിവുള്ള ഋഷിയാണ്, അതുകൊണ്ട് കാലശക്തിയെക്കുറിച്ച് അങ്ങൊന്ന് വർണ്ണിച്ചു തരണം. ആ കാലശക്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലമാണ് ഇതിനെയെല്ലാം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് കാലത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. മൈത്രേയ ഉവാച ഗുണവ്യതികരാ നിർവിശേഷോ അപ്രതിഷ്ഠിത പുരുഷസ്തതുപാദാനം ആത്മനം ലീലയാ സൃജത്. മൈത്രഋഷി പറഞ്ഞു, ഈ കാലശക്തിയാണ് ത്രിഗുണങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതിനൊരിക്കലും മാറ്റമില്ല, അതിന് അന്ത്യവുമില്ല. അത് ഭഗവാന്റെ ഒരു ഉപകരണം പോലെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൗതിക സൃഷ്ടിയുടെ കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ആ കാലശക്തി അനന്തകാലമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ക്ലോക്കാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ വാഷിംഗ് മെഷീനൊക്കെ ഒരു ടൈമർ വയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്തുവാ എൻ്റെ പേര്, ഈ ബേക്ക് ചെയ്യുന്ന എന്തുവാ എൻ്റെ പേര്, നമ്മൾ ബേക്ക് ചെയ്യുന്ന അതിൻ്റെ പേരെന്താണ്? ബേക്കിംഗ് മെഷീൻ ഉണ്ടല്ലോ, കേക്കൊക്കെ ഉണ്ടാക്കുന്ന, അതിനൊരു ടൈമർ വയ്ക്കാറുണ്ടല്ലോ അല്ലേ? നമ്മളൊരു ടൈമർ വയ്ക്കുമ്പോൾ ഓവൻ, അതെ, മൈക്രോവേവ് ഓവൻ, അതെ. അന്നേരം ആ മൈക്രോവേവ് ഓവനും ഒരു ടൈമർ വെക്കാറുണ്ട്. അന്നേരം ആ ടൈമറിൻ്റെ ഉള്ളിൽ അത് കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ. അന്നേരം അതേപോലെ ഭഗവാന്റെ ഒരു ക്ലോക്കാണ് ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ആ ക്ലോക്കാണ് കാലശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകളും.
വിശ്വം വൈ ബ്രഹ്മതന്മാത്രം സംസ്ഥിതം വിഷ്ണു മായയാ ഈശ്വരേന പരിച്ഛിന്നൻ കാലേന അവ്യക്തമൂർത്തിന. ഞാൻ അടുത്ത് പറയുന്നു, ഈ ഭൗതിക പ്രപഞ്ചം നമുക്ക് പ്രകടമാകുന്ന, നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ഭഗവാനിൽ നിന്നും കാലശക്തിയാലാണ് അകറ്റി വച്ചിരിക്കുന്നത്. ഈ കാലശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ അവ്യക്തിഗത രൂപമാണെന്ന് പറയും. അതായത് ഭഗവാന്റെ ആ രൂപം നമുക്കറിയാം അല്ലെ, ഓടക്കുള്ളിലും പിടിച്ചുകൊണ്ട് ആ രൂപം. അതേപോലെ ഈ കാലശക്തി എന്ന് പറയുന്നതും ഭഗവാന്റെ ഒരു രൂപം തന്നെയാണ്. പക്ഷെ ഭഗവാന്റെ രൂപമായിട്ട് നമുക്ക് കാണപ്പെടത്തില്ല. അവ്യക്തമായിട്ടുള്ള ഒരു രൂപമാണ് ഭഗവാന്റെ. ഈ കാലശക്തിയും ഭഗവാന്റെ തന്നെ ശക്തിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ് എന്ന് പറയുന്നു. ഇതും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ശക്തിയാണ്, വിഷ്ണുമായ എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിൽ വിഷ്ണുമായ എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടിച്ചാത്തനെയാണ്. ആ കുട്ടിച്ചാത്തനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൊതുവെ എന്തുകൊണ്ടാണ് കുട്ടിച്ചാത്തന് വിഷ്ണുമായ എന്നൊരു പേരിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ ആ ഒരു പേര് കുട്ടിച്ചാത്തന് കൊടുക്കാൻ പാടില്ല. വിഷ്ണുമായ, ഭഗവാന്റെ മായയാണ് ഈ പ്രപഞ്ചം മുഴുവൻ, അല്ലാതെ കുട്ടിച്ചാത്തൻ മാത്രമല്ല. എനിക്ക് കുട്ടിച്ചാത്തനോട് വിരോധമൊന്നുമില്ല. അദ്ദേഹം മഹാദേവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളാണ്. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം പ്രസക്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെക്കുറിച്ച് അറിവില്ലാത്ത വ്യക്തികൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ് കുട്ടിച്ചാത്തനെ ഇത്രയും ഉയർത്തി ആരാധിക്കുന്നത്. അത് കുട്ടിച്ചാത്തൻ പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുവേ ഞാൻ കുട്ടിച്ചാത്തൻ സേവ ചെയ്യുന്ന പല വ്യക്തികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ ആൾക്കാർ അതിനെ ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി. അവരതിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഒരുപാട് വളച്ചൊടിക്കുന്നതാണ്. പക്ഷെ കൂടുതലും ആഭിചാര ക്രിയകൾക്കും മറ്റുള്ളവരെ ദ്രോഹിക്കാനും വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഇന്ന് കുട്ടിച്ചാത്തൻ സേവ ചെയ്യാറുള്ളത്. പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാനും അതിനുമൊക്കെ. പക്ഷെ ആ ലാഭവും താൽക്കാലികമാണ്. അങ്ങനെ ഉണ്ടാകാൻ വളരെ സാധ്യത വളരെ കുറവാണ്. അതും തമോ ഗുണത്തിലുള്ള ആരാധനയാണ്. മാംസം കൊടുക്കുന്നതും മദ്യം കൊടുക്കുന്നതും ഒക്കെ അതൊന്നും ഒരു ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതൊരു ശരിയായിട്ടുള്ള ആരാധനയല്ല. ആ ആരാധന കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കാരണം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് കുട്ടിച്ചാത്തനല്ല, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഭഗവാനാണ്. ഭഗവാന്റെ അധീനതയിലാണ് 33 കോടി ദേവന്മാർ. ആ 33 കോടി ദേവന്മാരിൽ കുട്ടിച്ചാത്തൻ വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട 33 കോടി ദേവന്മാരുണ്ട്. അവർ പോലും ഭഗവാന്റെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കുകയാണ്. അന്നേരം ശാസ്ത്രത്തിൽ പറയാത്ത അനധികൃതമായിട്ടുള്ള ഒരു ആരാധനയാണ് കുട്ടിച്ചാത്തൻ ആരാധന. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കൂടുതലും ആൾക്കാർ അത് ആരാധിക്കുന്നത് നീച ആരാധനയായിട്ടാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതൊരിക്കലും അധികൃതമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമില്ല. പിന്നെ ഉപാസന ചെയ്യുന്നവർക്ക് മുന്നോട്ട് ദ്രോഹങ്ങൾ വരത്തേ ഉള്ളൂ. കാരണം അവർ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും. അതുകൊണ്ട് കുട്ടിച്ചാത്തൻ സേവ ചെയ്യുന്നവർക്ക് ഒരിക്കലും എഴുമ്പേറ്റം ഉണ്ടാവത്തില്ല. നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ കാണും. പക്ഷെ യഥാർത്ഥത്തിൽ പൂജിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് അവർ വലിയ സ്വർണം ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു സമാധാനവും സന്തോഷവും ഒന്നും കാണത്തില്ല. ജീവിതാന്ത്യ വേളയിൽ അവരെപ്പോഴും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും മരിക്കുന്നത്. പിന്നെ ജീവിതാന്ത്യ വേളയിൽ കുട്ടിച്ചാത്തനാകാൻ പറ്റും, കുട്ടിച്ചാത്തൻ്റെ ലോകത്ത് പോകാൻ പറ്റും. അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. യാഥേദാനീം തദാഗ്രേ ച പശ്ചാത്തപിയേതീദൃശം. പിന്നെ കുട്ടിച്ചാത്തൻ്റെ സേവ ഇത്രയും ഫേമസ് ആണ്. പല സിനിമകളിലൂടെയും അതിലൂടെയൊക്കെ കുട്ടിച്ചാത്തനെ ഒരുപാട് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ഒരു അത്ഭുതം കൊണ്ടാണ് കുട്ടിച്ചാത്തൻ്റെ പൂജാ രീതി ഇത്രയും ഫേമസ് ആയതും. അത് കൂടുതലും ആൾക്കാരുടെ മനസ്സാണ്. ആക്ച്വലി മനസ്സിൻ്റെ ഒരു സങ്കല്പം അനുസരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെ കുട്ടിച്ചാത്തൻ സംപ്രീതനാകണമെന്ന് നിർബന്ധമില്ല. അഥവാ സംപ്രീതനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടെന്നും മനസ്സിലാക്കുക. ഭഗവാന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനുള്ള ഒരു യോഗ്യത പോലും കുട്ടിച്ചാത്തനില്ല.
ഭഗവാന്റെ മുമ്പിലല്ല, മഹാദേവന്റെ മുമ്പിലും ദേവിയുടെ മുമ്പിൽ പോലും. പൊതുവേ ഞാൻ ആരാധന ചെയ്യുന്ന വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ആരാധന ചെയ്യുന്നവരുടെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നു, ദേവിയെ കാണുമ്പോൾ കുട്ടിച്ചാത്തൻ ഓടും എന്നാണ് പറയുന്നത്. ദേവിയെ, ഭദ്രകാളി ദേവിയെ കാണുമ്പോഴും വീരഭദ്രസ്വാമിയെയും മഹാദേവനെയൊക്കെ കാണുമ്പോൾ കുട്ടിച്ചാത്തൻ ഓടും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പേടിയാണ് കുട്ടിച്ചാത്തൻ. അന്നേരം നമ്മൾ ഇങ്ങനെയുള്ള ആരാധനകളിൽ പെട്ടുപോകാതെ നമ്മൾ പരമോന്നതനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക. അതാണ് ഏറ്റവും ഉയർന്ന ചിന്താഗതി, ഉയർന്ന ആരാധന എന്ന് നമ്മൾ മനസ്സിലാക്കുക. 13ാമത്തെ ശ്ലോകം. യഥേദാനീം തഥാഗ്രേച്ച. അന്നേരം ഇവിടെ വിഷ്ണുമായ എന്ന് പറയുന്ന കുട്ടിച്ചാത്തനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ മായ, അല്ലാതെ വിഷ്ണുമായ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ ആ പേര് കിട്ടി അതിൻ്റെ ആവശ്യമില്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. ആക്ച്വലി അവർ പറയുന്ന വിഷ്ണുവിൻ്റെ ശക്തിയാണ് കുട്ടിച്ചാത്തനായത്. അന്നേരം ബാക്കിയൊന്നും ഭഗവാന്റെ ശക്തിയല്ലേ? പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശക്തിയാണ്. ഏറ്റവും ഭഗവാന്റെ പ്രധാനപ്പെട്ട ശക്തി ദുർഗാദേവിയാണ്. ഈ ദുർഗാദേവി വരുന്നത് ശ്രീമതി രാധാറാണിയിൽ നിന്നാണ്, ആദിപരാശക്തിയിൽ നിന്നാണ്. അന്നേരം ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്, ആദിപരാശക്തിയാണ്. അതായത് നമ്മുടെ ശരീരം ഭഗവാന്റെ ശക്തിയാണ്. എല്ലാം വിഷ്ണുമായാണ്. വിഷ്ണുമായ അല്ലാത്ത ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സർവം വിഷ്ണുമായാണ്. യോഗമായ, മഹാമായ, ഇത് രണ്ടും വിഷ്ണുമായാണ്. ആധ്യാത്മിക ലോകം, ഭൗതിക ലോകം, ഇതെല്ലാം വിഷ്ണുമായാണ്. വിഷ്ണുമായ അല്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതായത് ഇത് അവരവരുടെ രീതിയിൽ വളച്ചൊടിച്ചിട്ട് ശാസ്ത്രത്തിലൊന്നും അതിൻ്റേതായിട്ടുള്ള ആധികാരികത ഒന്നും അതിലില്ല. അത് അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവർ പറയുന്നു, ശ്രീരാമസ്വാമിയെ രാവണനെ കൊല്ലാൻ സഹായിച്ചതും വിഷ്ണുമായാണ്, കുട്ടിച്ചാത്തനാണെന്ന് പറയുന്നു. എനിക്ക് പിന്നെ കുട്ടിച്ചാത്തന് നേരത്തെ കൊന്നുകൂടായിരുന്നു രാവണനെ. ശ്രീരാമസ്വാമിയുടെ ആവശ്യം എന്താണ്? രാവണൻ വരം ചോദിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂതപ്രേതങ്ങൾ ആരും എന്നെ കൊല്ലാൻ പാടില്ല. മനുഷ്യരുടെ കാര്യം മാത്രം പറഞ്ഞില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭഗവാന് മനുഷ്യാവതാരം എടുക്കേണ്ട ആവശ്യം എന്താണ്? ഇതൊരു രാമായണത്തിലൊന്നും പറയാത്ത കാര്യങ്ങളാണ് ഇവരുടേതായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുന്നത്. ബ്രഹ്മരക്ഷസനെ പൂജിക്കുന്നതും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം കുട്ടിച്ചാത്തൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ബ്രഹ്മരക്ഷസിൻ്റെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിഷ്ഠകളെ വെക്കാറുണ്ട് തന്ത്രവിധി പ്രകാരം. വൈഷ്ണവ രീതി അനുസരിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പഞ്ചരാത്രിക വിധി അനുസരിച്ച്. പക്ഷേ പാഞ്ചരാത്രിക വിധി പ്രകാരം ദ്വാരപാലകന്മാരെ ചുമ്മാ കൊത്തിയെടുക്കുക മാത്രമല്ല, അവരെ ആവാഹിച്ചു വെക്കുന്നുണ്ട്. അന്നേരം ദ്വാരപാലകരുണ്ട് ക്ഷേത്രം സംരക്ഷിക്കാനായിട്ട്. ഇപ്പം ഭഗവാന്റെ ക്ഷേത്രമാകുമ്പോൾ ജയവിജയന്മാർ എപ്പോഴും കാണും. പിന്നെ മറ്റു ഉപദേവന്മാരും കാണും. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസിനെയൊക്കെ ആവാഹിച്ച് വെക്കുന്നുണ്ട്. അത് അവരുടേതായിട്ടുള്ളൊരു തന്ത്രവിധി പ്രകാരമുള്ളൊരു ആചാരം അനുസരിച്ച് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ക്ഷേത്ര സംരക്ഷകനായിട്ടോ ഒരു സെക്യൂരിറ്റി പാലകൻ, ഒരു ക്ഷേത്ര പാലകൻ എന്നുള്ള രീതിയിൽ വെക്കുന്നതേ ഉള്ളൂ. അതിനെ ഇത്രയും ഉയർത്തി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ ജന്മം, ബ്രാഹ്മണനായിട്ട് ജീവിച്ചു. പക്ഷെ ബ്രാഹ്മണ്യ കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് നീചകർമ്മങ്ങൾ ചെയ്ത് അവസാനം മരിച്ച വ്യക്തി, പാപകർമ്മങ്ങൾ കാരണം മരിച്ചു, ആത്മഹത്യ ചെയ്തു, അവരാണ് ബ്രഹ്മരക്ഷസായിട്ട് മാറുന്നത്. ഓക്കെ. യഥേദാനീം തഥാഗ്രേച്ച. പൊതുവെ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ സൂക്ഷ്മ ശരീരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സൂക്ഷ്മ ശക്തികൾ കിട്ടും. അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എത്ര ശക്തി ഉണ്ടെങ്കിലും മനുഷ്യർക്കൊരിക്കലും ദേവന്മാരുടെ ശക്തി ലഭിക്കത്തില്ല. മമ്മിയൂരപ്പൻ്റെ അടുത്ത് ബ്രഹ്മരക്ഷസ് ഉണ്ടല്ലോ. അന്നേരം അതുകൊണ്ട് എന്താ മാതാജി ഉദ്ദേശിക്കുന്നത്? ബ്രഹ്മരക്ഷസിനെ ഇത് വന്ന് പൂജിക്കുക അല്ലേ? മാതാജി പൂജിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. ഇപ്പം പറഞ്ഞത് മനസ്സിലായില്ലേ? തന്ത്രവിധി പ്രകാരം ചില വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നു. അത് ആധികാരികമല്ല. വേദങ്ങളിൽ എങ്ങും പറഞ്ഞിട്ടില്ല ബ്രഹ്മരക്ഷസിനെ പൂജിക്കാനോ നീച ആരാധനകൾ ചെയ്യാനോ. ഞാനൊരു കാര്യം പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പറയുക. മമ്മിയൂർ ക്ഷേത്രത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ നിങ്ങളും ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾക്ക് ആരെ പൂജിക്കണം? ബ്രഹ്മരക്ഷസിനെ പൂജിക്കണമെങ്കിൽ പൂജിച്ചോ, കുട്ടിച്ചാത്തനെ പൂജിക്കണമെങ്കിൽ പൂജിച്ചോ. നിങ്ങൾക്ക് ബ്രഹ്മരക്ഷസിൻ്റെ അടുത്താ പോകണമെങ്കിൽ പൊയ്ക്കോളൂ, കുട്ടിച്ചാത്തൻ്റെ അടുത്ത് പോകണമെങ്കിൽ പൊയ്ക്കോളൂ.
എനിക്ക് എന്തായാലും പോകേണ്ടത് ഗോലോക വൃന്ദാവനത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ചു. ഓക്കെ. യഥേദാനീം തഥാഗ്രഹിച്ച, ഞാൻ പറയുന്നത് ഭാഗവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇന്ന് എനിക്ക് തോന്നി ആ ബ്രഹ്മരക്ഷസിനെ പൂജിക്കാം, ഓക്കെ, ഒരു പ്രതിഷ്ഠ ചെയ്തു, അതുകൊണ്ട് എന്ത് പ്രയോജനം? ബ്രഹ്മരക്ഷസിനെ നമ്മളെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുന്നത്? നിങ്ങൾ പറയും. അകത്തിരിക്കുന്ന മമ്മിയൂരപ്പനെ കൊണ്ട് നമുക്ക് എന്ത് അനുഗ്രഹം കിട്ടുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. എല്ലാവരും വന്ന് ചുമ്മാ മമ്മിയൂരപ്പൻ്റെ മുമ്പ് ഇങ്ങനെ കൈ തൊഴുത് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ശരിയാക്കണേ, ഇതാക്കണേ, ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അകത്തിരിക്കുന്ന ആളിനെ പോലും അവിടെയുള്ള ആർക്കും അറിയുന്നില്ല. പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും വ്യക്തമായിട്ട് അറിഞ്ഞൂടെ ഇതൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കേണ്ട. എനിക്ക് ആകെ ഒരു വിഷമം തോന്നുന്നു ഇതൊക്കെ കേൾക്കും. കാരണം പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും വ്യക്തമായിട്ട് ഒരു അറിവില്ല ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് വെറുതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും അവരവരുടെ അറിവുകൾ വെച്ച് എന്തൊക്കെയോ ചെയ്യട്ടെ. എന്തായാലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതേ ഉള്ളൂ. യഥേദാനീം തഥാഗ്രഹിച്ച പശ്ചാത് അഭിയേതീദൃശം. അന്നേരം ഇവിടെ പറയുന്നു, മൈത്ര ഋഷി പറയുന്നു, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം പ്രാതിഭാസിക പ്രപഞ്ചം എന്ന് പറയും. പ്രാതിഭാസിക പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകടമായ പ്രപഞ്ചം. അന്നേരം ആ പ്രപഞ്ചം ഇതേപോലെയായിരുന്നു ഇതിനു മുമ്പേ, ഇനി മുന്നോട്ടും ഇതേപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മൈത്രി ഋഷി പറഞ്ഞു. സർഗോ നവവിധസ്തസ്യ പ്രാകൃതോ വൈകൃതസ്തു തുയാ കാലാദ്രവ്യഗുണൈര്യസ്യ ത്രിവിധ പ്രതിസക്രമ. ഇവിടെ പറയുന്നു 9 തരത്തിലുള്ള സൃഷ്ടികളുണ്ടെന്ന് പറയുന്നു. ത്രിഗുണങ്ങളുടെ സമ്പർക്കത്താൽ, തമ്മിലുള്ള സമ്പർക്കത്താൽ പല പല സൃഷ്ടികളും നടക്കാറുണ്ട് എന്ന് പറയുന്നു. 3 തരത്തിലുള്ള പ്രളയമുണ്ട് കാലശക്തിയാൽ എന്ന് പറയുന്നു. ഇതിൽ 9 തരത്തിലുള്ള സൃഷ്ടിയുമുണ്ട്, 3 തരത്തിലുള്ള പ്രളയമുണ്ടെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് മുന്നോട്ട് പറയും. ആദ്യസ്തു മഹതാ സർഗോ ഗുണവൈഷമ്യമാത്മന ദ്വിതീയസ്തഹമോ യത്ര ദ്രവ്യജ്ഞാന ക്രിയോദയ. ഇതിൽ 9 സൃഷ്ടിയിൽ ആദ്യത്തെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ മഹത്തത്വം. സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ പല പ്രാവശ്യം ഇത് പഠിച്ചിട്ടുണ്ട്. പ്രധാനം, അതിനെയാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൃഷ്ടിയിൽ മിഥ്യ അഹങ്കാരം സൃഷ്ടിക്കപ്പെടുന്നു. മഹത്തത്വത്തിൽ നിന്നും മിഥ്യ അഹങ്കാരം സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഭൗതിക ബോധം നിർമ്മിതമാകുന്നത്. ഭൂതസർഗസ്തൃതീയസ്തു തന്മാത്രോ ദ്രവ്യശക്തിമൻ ചതുർത്ഥ ഇന്ദ്രിയോ സർഗോ യസ്തു ജ്ഞാനക്രിയാത്മക. അന്നേരം മൂന്നാമത്തെ സൃഷ്ടിയിൽ ഇന്ദ്രിയ അനുഭൂതി അത് സൃഷ്ടിക്കപ്പെടുന്നു. പിന്നെ പഞ്ചഭൂതങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. നാലാമത്തെ സൃഷ്ടിയിൽ അറിവും ബുദ്ധിയും ക്രിയാശക്തി എന്ന് പറയുന്ന അത് സൃഷ്ടിക്കപ്പെടുന്നു. അതായത് രജോ ഗുണത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതായത് മിഥ്യ അഹങ്കാരവും തമോ ഗുണവും കൂടെ ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളും പഞ്ചഭൂതവും സൃഷ്ടിക്കപ്പെടുന്നു അല്ലേ. പിന്നെ മിഥ്യ അഹങ്കാരം രജോ ഗുണം കൂടെ ചേരുമ്പോൾ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും സൃഷ്ടിക്കപ്പെടുന്നു. പിന്നെ മിഥ്യ അഹങ്കാരവും സത്വഗുണവും കൂടെ ചേരുമ്പോൾ എന്തൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു? മനസ്സും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരും. ഓർമ്മയുണ്ടോ? കമൻസിലിട് ഭക്തരെ. അന്നേരം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്നേരം 9 തരത്തിലുള്ള സൃഷ്ടി. നാലാമത്തെ സൃഷ്ടിയിൽ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും അത് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നു.
വൈകാരികോ ദേവസർഗ പഞ്ചമോ യദ്മയം മന ഷഷ്ടസ്തു തമസോ സർഗോ യസ്തു അബുദ്ധീകൃത പ്രഭോ. അഞ്ചാമത്തെ സൃഷ്ടിയിൽ ദേവന്മാരെ സൃഷ്ടിക്കപ്പെടുന്നു, സത്വഗുണം സൃഷ്ടിക്കപ്പെടുന്നു, മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നു. ആറാമത്തെ സൃഷ്ടിയിൽ അജ്ഞാനത്തെ സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവ് ശരീരമല്ല, ആത്മാവുമല്ല, ആത്മാവ് ശരീരമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. എന്ത് കാരണം? അജ്ഞാനത്താൽ. അതാണ് ഇവിടെ ആറാമത്തെ സൃഷ്ടി. 18ാമത്തെ ശ്ലോകത്തിൽ ഷഡ് ഇമേ പ്രാകൃത സർഗ വൈകൃതാൻ അഭിമേ ശൃണു രജോ ഭാജോ ഭഗവതോ ലീലയം ഹരിമേധസ. ഇതെല്ലാം മായാശക്തിയാണെന്ന് മൈത്രഋഷി പറയുന്നു. ഇനി ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന് ശേഷം ബ്രഹ്മദേവന്റെ സൃഷ്ടി ആരംഭിക്കുന്നു. ബ്രഹ്മദേവൻ രജോ ഗുണത്തിന്റെ അവതാരം കൂടാണെന്ന് പറയുന്നു ഭഗവാന്റെ. അന്നേരം ഭഗവാൻ സൃഷ്ടിക്കുന്ന രീതിയിൽ ബ്രഹ്മദേവനെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഭഗവാനെ പോലെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഭഗവാൻ ബ്രഹ്മദേവന് കൊടുത്തിട്ടുണ്ട്. സപ്തമോ മുഖ്യ സർഗസ്തു ഷഡ്വിധസ്തുഷാം ചയ വനസ്പതി ഓഷധി ലതാ പ്രസാര വീരുതോ ധ്രുമ. ഏഴാമത്തെ സൃഷ്ടിയിൽ അചരമായിട്ടുള്ള ജീവജാലങ്ങൾ, ചലിക്കാത്ത ഈ കല്ല്, മണ്ണ്, അതൊക്കെ, പിന്നെ മരങ്ങൾ, ചെടികൾ, ചലിക്കാൻ പറ്റാത്തതായിട്ട് അചരമായിട്ടുള്ള 6 തരത്തിലുള്ള ഏതൊക്കെയാണ്? പഴവർഗ്ഗങ്ങൾ, പൂക്കളില്ലാതെ പഴങ്ങൾ മാത്രം വരുന്ന മരങ്ങൾ, പിന്നെ പഴങ്ങൾ പഴുക്കുന്നത് വരെ നിലനിൽക്കുന്ന ചെടികളും വൃക്ഷങ്ങളും, അങ്ങനെ വള്ളിച്ചെടികളും, പിന്നെ പൂക്കളും പഴങ്ങളും ഉള്ള മരങ്ങൾ, അങ്ങനെ 6 തരത്തിലുള്ള സൃഷ്ടികൾ, 6 തരത്തിലുള്ള ചെടികൾ. അതിനെ ഇവിടെ പറയുന്നത് ഷഡ്വിധ തസ്തുഷാം, അതായത് അനങ്ങാത്തതായിട്ടുള്ള വനസ്പതി. വനസ്പതി എന്ന് പറഞ്ഞാൽ പൂക്കളില്ലാതെ പഴങ്ങൾ മാത്രം നൽകുന്ന വൃക്ഷങ്ങൾ. പിന്നെ ഔഷധി. അന്നേരം ഔഷധി എന്ന് പറയുമ്പോൾ പഴങ്ങൾ പഴുക്കുന്നത് വരെ ആ മരങ്ങൾ നിലനിൽക്കും, അത് കഴിയുമ്പോൾ അത് പോകും. പിന്നെ ലത, അതായത് വള്ളിച്ചെടികൾ പോലെ. ത്വക്ഷര, അന്നേരം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ചെടികളും. വീരുധ, അത് മറ്റൊരു ചെടിയുടെ സഹായമില്ലാതെ തന്നെ നിലനിൽക്കാൻ പറ്റുന്ന വള്ളിച്ചെടികൾ പോലെ. ധ്രുമ എന്ന് പറയുമ്പോൾ പൂക്കളും പഴങ്ങളും ഉള്ള മരങ്ങൾ. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞ ആദ്യം ചെടികളെയും വൃക്ഷലതാദികളെയാണ് ബ്രഹ്മദേവൻ ഏഴാമതായിട്ട് സൃഷ്ടിക്കുന്നത്. 6 സൃഷ്ടി എന്ന് പറയുന്നത് മഹത്തത്വം മുതൽ നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അതുവരെ സൃഷ്ടിച്ചു. അതിനുശേഷം ബ്രഹ്മദേവന്റെ സൃഷ്ടി ആരംഭിക്കുകയാണ്. ആദ്യം ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് വൃക്ഷലതാദികളെയാണ്, അചരമായിട്ടുള്ള ചലിക്കാൻ പറ്റാത്തതായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത്. അടുത്ത നമുക്ക് കിടക്കാം. ഉച്ഛ്രോദസാതമപ്രായാന്ത സ്പർശ വിശേഷിന. എന്നിട്ട് ഈ അചരമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും എപ്പോഴും മുകളിലോട്ട് വളർന്നുകൊണ്ടേയിരിക്കും. അവർ ഏകദേശം ബോധം അവർക്കില്ലെന്ന് തന്നെ പറയാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന അവർക്ക് അനുഭവപ്പെടും. അവർക്ക് ഇതിൻ്റെതായിട്ടുള്ള പല പല തരങ്ങളെയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. ഇതിൻ്റെ പല പല തരങ്ങളെയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതിനാൽ ചില വ്യക്തികൾ ചോദിക്കത്തില്ലേ, തെങ്ങ് ആദ്യം വന്നോ തേങ്ങ ആദ്യം വന്നോ? അതിൻ്റെ ഉത്തരവാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മദേവൻ ഡയറക്റ്റ്ലി ചെടികളെയും വൃക്ഷലതാദികളെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. തിരശ്ചാം അഷ്ടമസർഗ സോ അഷ്ടവിംശത് വിധോ മഥ അവിദോ ഭൂരി തമസോ ഗ്രണജ്ഞ ഹൃദയ വേദിത. 8ാമത്തെ സൃഷ്ടിയായിട്ട് താഴ്ന്ന ജീവജാലങ്ങളെ സൃഷ്ടിച്ചു.
അതിൻ്റെ പല പല തരങ്ങളെ സൃഷ്ടിച്ചു. ഏകദേശം 28 തരങ്ങളെ സൃഷ്ടിച്ചു. അവരെന്ന് പറയുന്നത് ഏറ്റവും അബോധാവസ്ഥയിലിരിക്കുന്നവരാണ്, ഏറ്റവും അജ്ഞാനത്തിലിരിക്കുന്നവരാണ്. അവരെല്ലാത്തിനെയും തിരിച്ചറിയുന്നത് ഗന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അവർക്ക് ഹൃദയത്തിൽ ഒന്നും ഓർക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അവർ ഗന്ധത്തിൻ്റെ അവർ ഏറ്റവും അബുദ്ധരാണെന്ന് പറയുന്നു, ഏറ്റവും അജ്ഞരാണെന്ന്. അതിനൊരു ഉദാഹരണം പ്രഭുപാദ് ഇവിടെ പറയുന്നു. മൃഗങ്ങൾ പൊതുവെ ഏറ്റവും ബുദ്ധി കുറഞ്ഞവരാണ്. ഉദാഹരണത്തിന് പുലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ നല്ല സ്ഥലവും ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്, അല്ലേ? അവർക്ക് ആ ഭക്ഷണം കിട്ടിയാൽ മതി. അത്രയ്ക്ക് ബുദ്ധി കുറഞ്ഞ ജീവജാലങ്ങൾ. അന്നേരം അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ ബുദ്ധിയുള്ള ഒരു വിഭാഗത്തെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. 28 തരങ്ങളുണ്ട് അതിൽ. അന്നേരം അവർക്ക് ഗന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ അവരുടെ ഹൃദയത്തിലൊന്നും ഓർമ്മയിലിരിക്കത്തില്ല. അതിന് ഉദാഹരണമാണ് സ്രാവ് എന്ന് പറയുന്നത്. സ്രാവ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മത്സ്യമാണ്. അന്നേരം സ്രാവിന് എത്ര കിലോമീറ്റർ ദൂരെ സമുദ്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഗന്ധം, ഒരു രക്തത്തിൻ്റെ ഗന്ധം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അടുത്ത് വരുമ്പോൾ അത് ചിലപ്പോൾ മറന്നുപോകും എന്തിനാ വന്നതെന്ന്. അതുകൊണ്ടാണ് ചില സമയത്ത് സ്രാവ് അടുത്തൂടെയൊക്കെ പോയാലും ഡൈവ് ചെയ്യുന്ന ആൾക്കാർ രക്ഷപ്പെടുന്നത്. അതിന് ഓർമ്മ കാണത്തില്ല. വിശന്നിരിക്കുമ്പോൾ രക്തം അടുത്ത് കിട്ടുമ്പോൾ അത് ഏത് ജീവിയാണെങ്കിലും അതിനെ പിടിച്ച് തിന്നും. അതിനുശേഷം അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തുമില്ല. അന്നേരം അവരുടെ ബുദ്ധി ഏറ്റവും കുറഞ്ഞ വ്യക്തികളാണ്. അവർ ജീവജാലങ്ങളാണ്. അവർക്ക് ഗന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നത്. പക്ഷെ അവർക്ക് ഉള്ളിൽ ഓർമ്മ കാണത്തില്ല, ഓർമ്മക്കുറവാണെന്ന് പറയും. 22ാമത്തെ ശ്ലോകം. ഗൗരജോ മഹിഷാ കൃഷ്ണ ശുകരോ ഗവയോരുരു ദ്വിഷാപ പശവശ്ചേമാവിർ ഉഷ്ട്രശ്ച സത്തമ. മറ്റു മൈത്രേഷ് പറഞ്ഞ വിധുരരെ പിന്നെ താഴ്ന്ന മൃഗങ്ങളെയും സൃഷ്ടിച്ചു. ഉദാഹരണത്തിന് പശുക്കൾ, ആട്, എരുമ, പോത്ത്, പന്നി, അങ്ങനെ മാന്, അങ്ങനെ പല പല മൃഗങ്ങളെയും. കാലിന് 2 ഗ്യാപ്പുള്ളവർ, അതായത് പശുവിൻ്റെ കാലിന് നമ്മൾ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡിവിഷൻസ് കാണും. പിന്നെ ഇവർക്കെല്ലാം കാലിന് 2 വിരൽ പോലെയാണ്, അതായത് കാല് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒട്ടകം, അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. ആദ്യം ഏറ്റവും താഴ്ന്ന ബോധമുള്ള മൃഗങ്ങളെ സൃഷ്ടിച്ചു. അതിൽ പശുക്കളെയും സൃഷ്ടിച്ചു. പശുക്കളെ പോലുള്ള മൃഗങ്ങൾ, അതായത് കാലിൽ 2 വിഭാഗമുള്ള അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പശുവും മൃഗമാണ്. അതുകൊണ്ട് മൃഗമായിട്ട് ജനിക്കുന്നതിൻ്റെ അർത്ഥം താഴ്ന്ന ബോധമുള്ള ജീവിയാണ്. പക്ഷെ എന്നാലും മൃഗങ്ങളിൽ സത്വഗുണത്തിലുള്ളതാണ് പശുക്കൾ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷേ ആ പശു ജന്മത്തിൽ ഇരിക്കുന്ന ജീവാത്മാവ് തീർച്ചയായിട്ടും അജ്ഞാനത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഭഗവാന് പശുക്കളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്കും പശുക്കളെ ഇഷ്ടമാണ്. പക്ഷേ ഗോലോകത്തുള്ള പശുക്കളല്ല ഇത് എന്നും മനസ്സിലാക്കുക. ഗോലോകത്തെ പശുക്കൾ ഇങ്ങനെയല്ല, അജ്ഞാനത്തിലല്ല. അവർ അതീന്ദ്രിയ അവബോധത്തിലാണ്, ആത്മീയ അവബോധത്തിലാണ്. ആത്മസാക്ഷാത്കാരം ലഭിച്ച ജീവാത്മാക്കളാണ് അവിടെ പശുക്കളായിട്ടിരിക്കുന്നത്. പക്ഷേ ഭൗതിക ലോകത്തിലുള്ള പശു അത് വ്യത്യസ്തമാണ്. കർമ്മ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജീവികളാണ് പശുജന്മത്തിലും പോകുന്നത്. പൊതുവെ ആചാര്യന്മാർ പറയുന്നു, മനുഷ്യജന്മം ലഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ജീവാത്മാവിന് പശുവിൻ്റെ ജന്മമാണ് ലഭിക്കുന്നതെന്ന് പറയുന്നു. സത്വഗുണത്തിലുള്ള ജീവിയാണ് പശു, പക്ഷെ എന്നാലും അജ്ഞാനത്തിലാണ് എന്ന് പറയും. അതായത് മൃഗങ്ങളിൽ വെച്ച് സത്വഗുണം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? പശു. ഇനി 23ാമത്തെ ശ്ലോകം. ഖരോ അശ്വോ അശ്വതരോ ഗൗര ശരഭശ്ചമരീ തഥാ ഏതേ ചൈക ശവാ ശബ്ദ ശനു പഞ്ചനഖാൻ പശൂൻ. ഇനി കുതിര, കഴുത, ശരഭം, കാട്ടുപോത്ത്, ഇവർക്കൊക്കെ ഒറ്റ കുളമ്പാണുള്ളത് കാലിൽ.
അങ്ങനെയുള്ള ജീവികളെയും സൃഷ്ടിച്ചു എന്ന് പറയും. അതായത് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ്. പിന്നെ 5 നഖങ്ങളുള്ള മൃഗങ്ങളെയാണ് അടുത്ത സൃഷ്ടിച്ചത്. കാലിന് 5 വിരലുകളുള്ള. അതേതൊക്കെയാണ്? ശ്വശൃഗലോ വൃഖോ വ്യാഘ്രോ മാർജരാ ശാലശൈലകോ സിംഹകപീർഗജാ കൂർമോ ഗോദേച മകരാദയ. പട്ടി, ചെന്നായ്ക്കൾ, പുലി, കുറുക്കൻ, പൂച്ച, പിന്നെ മുയൽ, സിംഹം, കുരങ്ങൻ, ആന, ആമ, പിന്നെ മുതല. ഇവർക്കെല്ലാം 5 വിരലുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? നിങ്ങൾ കണ്ടു കാണും. അവരെല്ലാം പഞ്ചനഖ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വിഭാഗത്തെ സൃഷ്ടിച്ചു. കങ്കാഗ്രധരാഭകാശേന ഭാസബല്ലുക ബർഹിന ഹംസസാരസ ചക്രവാഹ കകോലുഹദയാ ഖഗ. ഇനി കഴുകൻ, കൊക്ക്, പരുന്ത്, മയില്, അരയന്നം, ചക്രവാക പക്ഷി, കാക്ക, അങ്ങനെയുള്ള പക്ഷികളെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. അർവക്ഷ്രോദസ്തു നവമാ ക്ഷതരേക വിധോ നൃണാം രാജോ അധിക കർമ്മപര ദുഃഖേ ച സുഖമനീന. ഇനി മനുഷ്യരെ സൃഷ്ടിച്ചു. ഒമ്പതാമതായിട്ടാണ് വരുന്നത് മനുഷ്യർ എന്ന് പറയുന്നത്. അന്നേരം ഈ മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗം മാത്രമാണ് ഭക്ഷണത്തെ വയറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഒന്നാലോചിച്ചോക്കണേ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മറ്റ് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭക്ഷണം അവിടെ സ്റ്റോറായിട്ടിരിക്കത്തില്ല. അത് പെട്ടെന്ന് തന്നെ ദഹിക്കും. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് വിശക്കുന്നത്. പക്ഷേ ഇപ്പോൾ പശു തന്നെ ഭക്ഷണം അകത്ത് മെഴുകിയതിന് ശേഷം വീണ്ടും അത് ചവയ്ക്കുകയാണ്. പക്ഷെ മനുഷ്യരുടെ ഭക്ഷണം അവിടെ സ്റ്റോർ ചെയ്തിട്ട് അവിടുന്ന് മെല്ലെ മെല്ലെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് മനുഷ്യരുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് മനുഷ്യരിൽ രജോ ഗുണം കൂടുതലാണ്. മനുഷ്യരെപ്പോഴും തിരക്കിലായിരിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ, പല പല ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നാലും അവരെപ്പോഴും ചിന്തിക്കും നമ്മളെപ്പോഴും സുഖത്തിലാണ്. അതാണ് മനുഷ്യരുടെ പ്രത്യേകത. ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഐ എം ഫൈൻ. സുഖമാണോ? പിന്നെ സുഖമാണ്. എത്ര ദുഃഖത്തിലാണെങ്കിലും മനുഷ്യരെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? അവർ സുഖത്തിലാണ്. ഹരേ കൃഷ്ണ. വൈകൃതസ്ത്രയേവേത ദേവസർഗശ്ച സത്തമ വൈകാരികസ്തു യപ്രോക്ത കൗമാരസ്തുഭ്യാത്മക. എന്നിട്ട് മൈത്രി ഋഷി പറയുന്നു, വിതുരരെ, അവസാനത്തെ 3 സൃഷ്ടി ദേവന്മാര്, 10ാമത്തെ സൃഷ്ടി വൈകൃത കുമാരന്മാരും അങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ ആരംഭിച്ചു എന്ന് പറയുന്നു. ദേവസർഗശ്ചാഷ്ടവിദോ വിബുധാ പിതരോ അസുര ഗന്ധർവാപ്സരസിദ്ധ യക്ഷരക്ഷാംസി ചാരണ ഭൂതപ്രേത പിശാചശ്ച വിദ്യാധര കിന്നരാദയ യശൈതേ വിദുരൈകൈത സർഗസ്തേ വിശ്വസ്വീകൃത. ദേവന്മാരാണ് 8ാമത്തെ സൃഷ്ടി. ദേവന്മാർ, പിതൃക്കൾ, അസുരന്മാര്, ഗന്ധർവൻ, അപ്സരസുകൾ, യക്ഷന്മാര്, രാക്ഷസന്മാര്, സിദ്ധൻ, ചാരണന്മാര്, വിദ്യാധരന്മാർ, ഭൂതപ്രേത പിശാചുകൾ, അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. ഇവിടെ കിന്നരൻ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഇന്നത്തെ ചില വിഡ്ഢികൾ കിന്നരൻ എന്ന് പറയുന്നത് നപുംസകങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് എവിടെ നിന്ന് ഈ വിവരക്കേട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിന്നരൻ എന്ന് പറയുന്നത് നപുംസകങ്ങളല്ല, അത് വേറെ. കിന്നരൻ എന്ന് പറയുന്നത് ദേവലോകത്തിന് ദേവന്മാർ മനുഷ്യരെക്കാട്ടിയും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് കിം നര, ശ്രേഷ്ഠരായിട്ടുള്ള നരന്മാർ, മനുഷ്യരെക്കാട്ടിയും ഒരുപാട് മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന പക്ഷേ
മനുഷ്യരെക്കാട്ടിയും ശക്തിയുള്ള വ്യക്തികൾ, അവരെയാണ് കിന്നരെന്ന് പറയുന്നത്, അല്ലാതെ നപുംസകങ്ങളല്ല. 30-ാമത്തെ ശ്ലോകം. അഥാ പരമം പ്രവക്ഷ്യാമി വംശാൻ മന്വന്തരാണി ച ഏവം രജപ്ലുതസൃഷ്ട കൽപ്പാദിശാത്മഭിർഹരി സൃജതി അമോഘ സങ്കൽപ്പ ആത്മൈവാത്മനം ആത്മനാ. ഇനി ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ ഇനി മനുക്കളെക്കുറിച്ച് വർണ്ണിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ മൈത്രി ഋഷി പറയുന്നു, ഭഗവാന്റെ ശക്തിയാൽ ബ്രഹ്മദേവൻ സൃഷ്ടികൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയും. അങ്ങനെ 10-ാമത്തെ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നാളെ നമുക്ക് 11-ാമത്തെ അധ്യായം എടുക്കാം. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് ഭക്തർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിക്കാം. നല്ലതുപോലെ ശ്രദ്ധിച്ച് കേട്ടവർക്ക് എന്തായാലും സംശയം വരും. അല്ലാത്തവർ സംശയങ്ങളില്ലാതെ ഇങ്ങനെ ഇരിക്കും. ഹരേ കൃഷ്ണ. ചോദിക്കാം സംശയങ്ങൾ എന്തെങ്കിലും. ജയ ജയ നോക്കട്ടെ, ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ആർക്കും ചോദ്യമില്ല? ചോദ്യങ്ങളില്ല. ബ്രഹ്മദേവൻ എന്തുകൊണ്ട് ഭൂതപ്രേതങ്ങളെ സൃഷ്ടിച്ചു ഗുരുദേവ? ഓക്കെ, അടുത്ത ചോദ്യം. ഏകദേശം അടുത്തെത്തിയ ചോദ്യം. അനിതാ മാതാജി, മനുഷ്യർ, അതെന്താണ് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം? നപുംസകന്മാർ എവിടെയാണ് പ്രഭു? ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെല്ലാം അറിവാണ് ഇവിടെ പറയുന്നത്? ഒരു പ്രാവശ്യം കൂടി ഇത് കേൾക്കണം. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ? അധമരായിട്ടുള്ള സൃഷ്ടികളെയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് ഗുരുജി? ഓക്കെ, അടുത്തത്. ഡോഗ് ഈസ് ടോൾഡ് ആസ് ഫെയ്ത്ത്ഫുൾ ആനിമൽ, വി നെവർ ഫർഗോട്ട് ദൻ ആനിമലിസ്റ്റിക് റിമെമ്പർ. ഇതിൽ നിന്നും കുരങ്ങന്മാരിൽ നിന്നുമല്ല എന്ന് മനസ്സിലായി. ഗുരുദേവ്, ലാസ്റ്റ് സൃഷ്ടിച്ച ദേവന്മാർ വ്യക്തി രൂപമാണോ ഫസ്റ്റ് ഉള്ളത്? അവരുടെ ഗുണങ്ങളല്ലേ? ഇത് മനസ്സിലായില്ല. എന്താണ് ചോദ്യം? ലാസ്റ്റ് സൃഷ്ടിച്ച ദേവന്മാർ വ്യക്തി രൂപമാണോ ഫസ്റ്റ് ഉള്ളത്? അവരുടെ ഗുണങ്ങളല്ലേ? അത് എൻ്റെ അർത്ഥം എന്തോ? ഒന്നും കൂടെ ചോദിച്ചാൽ ആ ചോദ്യം മനസ്സിലായില്ല. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത്. ഇത്രയുള്ള ചോദ്യം. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ബ്രഹ്മദേവൻ ജീവാത്മാക്കളെ അല്ല സൃഷ്ടിക്കുന്നത്. ജീവാത്മാക്കളെ ആർക്കും സൃഷ്ടിക്കാൻ കഴിയില്ല. അതെന്നും ഭഗവാന്റെ അംശമാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നത് ശരീരത്തെയാണ് എന്ന് മനസ്സിലാക്കുന്നു. പ്രഥമ ഘട്ടത്തിലെ ശരീരങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരിക്കൽ അന്യമതസ്ഥർ പറയുന്നത് ആദം ഹവ്വയാണ് ആദ്യം സൃഷ്ടിച്ചതെന്നല്ലോ. ഓക്കെ, പിന്നെ ആദവും ഹവ്വയായിരിക്കും. നമ്മളൊക്കെ പറയുന്ന വെറുതെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ബ്രഹ്മദേവൻ മൃഗങ്ങളിൽ പശുവിനെ സത്വഗുണം കൂടുതൽ ഉണ്ട് എങ്കിലും അജ്ഞാനത്തിലാണ് ഉള്ളത്. അത് ചോദ്യമാണോ ഉത്തരവാണോ? അന്നേരം നമ്മൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കൂ. ചോദ്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ കേട്ടോ. ബ്രഹ്മദേവൻ, ഓക്കെ, വൈഷ്ണവി പറയുന്ന ഫസ്റ്റ് മനസ്സും ദേവന്മാരും വന്നല്ലോ, ലാസ്റ്റ് ദേവന്മാരും. ആ ദേവന്മാർ പൊസിഷൻസ് ആണ്, ദേവന്മാരുടെ ശക്തിയാണ്. ഇപ്പോൾ ദേവന്മാരെ പേഴ്സണലി സൃഷ്ടിക്കുകയാണ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നത് ശരീരങ്ങളെയാണ്, പ്രഥമ ശരീരങ്ങളെ, ഫസ്റ്റ് ബോഡി. ഒരിക്കൽ സൃഷ്ടിച്ചാൽ പിന്നെ അതിൽ നിന്ന് തുടർച്ചയായിട്ട് സൃഷ്ടി വന്നുകൊണ്ടേയിരിക്കും, റീപ്രൊഡക്ഷൻ. അന്നേരം ആദ്യത്തെ ശരീരത്തെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുകയാണ്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഓക്കെ. അന്നേരം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് കഴിഞ്ഞ കൽപ്പത്തിൽ ബ്രഹ്മദേവന്റെ കഴിഞ്ഞ ദിവസം അവസാനത്തിൽ സൃഷ്ടി അവസാനിച്ചപ്പോൾ എല്ലാ ജീവാത്മാക്കളും ബ്രഹ്മദേവന്റെ ഉള്ളിൽ കയറിപ്പോയി. ഭഗവാന്റെ ഉള്ളിൽ കയറിപ്പോയി. ബ്രഹ്മദേവനും കയറിപ്പോയി. അവരുടെ ശരീരങ്ങൾ നശിച്ച് പഞ്ചഭൂതമായി അതും കയറിപ്പോയി. ഇപ്പോൾ ക്രിയേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അന്നേരം 14 ലോകങ്ങളെ വീണ്ടും പൊക്കിയെടുത്തു ബ്രഹ്മദേവൻ. ഇനി ഈ ആത്മാക്കൾക്ക് വേണ്ടുന്ന ശരീരത്തിന്റെ സ്ട്രക്ചർ ഒന്നും കൂടെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുകയാണ്. ഓക്കെ. ഇനി യോഗ്യതയുള്ള ജീവാത്മാക്കൾ, മൃഗജന്മങ്ങളിൽ കയറാൻ യോഗ്യരായിട്ടുള്ള ആത്മാക്കൾ, ദേവന്മാരായിട്ട് ജനിക്കാനുള്ള ആത്മാക്കൾ, മനുഷ്യരായിട്ട് ജനിക്കാനുള്ള ആത്മാക്കൾ, അവരുടെ യോഗ്യത അനുസരിച്ചും കർമ്മം അനുസരിച്ചും ആഗ്രഹം അനുസരിച്ചും വാസന അനുസരിച്ചും അവർ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അവർ ഏത് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലായിരുന്നു, ഏത് അവബോധത്തിലായിരുന്നു ഇരുന്നത് സൃഷ്ടി തീരുന്ന സമയത്ത്, കൽപ്പം തീരുന്ന സമയത്ത്? അവർ രാക്ഷസീയ ബോധത്തിലാണ് കഴിഞ്ഞ കൽപ്പത്തിൽ അവസാനിച്ചതെങ്കിൽ അവിടുന്ന് തന്നെ വീണ്ടും തുടരുകയാണ്. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയോ? അവർ കഴിഞ്ഞ കൽപ്പത്തിൽ മൃഗജന്മത്തിലാണ്, മൃഗ അവബോധത്തിലായിരുന്നു ഇരുന്നു എങ്കിൽ അവിടെ നിന്നും അവർക്ക് വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും മൃഗ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ബ്രഹ്മദേവൻ ക്രിയേറ്റ് ചെയ്യുന്നു. അന്നേരം ബ്രഹ്മദേവൻ ആത്മാക്കളെ അല്ല സൃഷ്ടിക്കുന്നത്, ആത്മാവിൻ്റെ ശരീരത്തെയാണ് സൃഷ്ടിക്കുന്നത്. എന്നിട്ട് താമര പൊങ്ങി വരുന്നതിനോടൊപ്പം ബ്രഹ്മദേവനും പൊങ്ങി വരുന്നു. എന്നിട്ട് ബ്രഹ്മദേവന്റെ ഉള്ളിൽ ഭഗവാൻ ആത്മാക്കളെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഭഗവാൻ സൃഷ്ടിയിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ബ്രഹ്മദേവൻ ശരീരത്തെ ക്രിയേറ്റ് ചെയ്യും, ആത്മാവിനെ ഇടും, ശരീരത്തെ ക്രിയേറ്റ് ചെയ്യും, ആത്മാവിനെ ഇടും, ശരീരത്തെ ക്രിയേറ്റ് ചെയ്യും, ആത്മാവിനെ ഇടും. അങ്ങനെ സൃഷ്ടി മൊത്തം. അപ്പോൾ എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും അവരവരുടെ കർമ്മത്തിനനുസരിച്ച് ജന്മം കിട്ടും. പിന്നല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെ ഇവിടെ എത്തിയത്? ഓക്കെ, നമ്മുടെ കർമ്മം തീരുന്നത് വരെ കൽപ്പാന്തകാലം, എത്ര കൽപ്പം കഴിഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെ ജനിച്ച് മരിച്ച് ബോറടിച്ച് ചത്തുപോകുന്നു, എന്നാലും വീണ്ടും ജനിക്കുന്നുണ്ടോ? അങ്ങനെ എത്രയോ കൽപ്പങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. കൽപ്പങ്ങൾ, യുഗങ്ങളല്ല, കൽപ്പം. കൽപ്പം എന്ന് പറഞ്ഞാൽ 1000 ദേവവർഷം, 1000 ചതുർയുഗം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 1000 റൊട്ടേഷൻ. അതാണ് ഒരു കൽപ്പം. അങ്ങനെ ഒരു രാത്രിയും കൂടെ, അതാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്, ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അങ്ങനെ എത്രയോ കൽപ്പങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എന്നാലും മനുഷ്യന് ബോറടിക്കത്തില്ലെന്ന്. എന്തൊരു ജന്മങ്ങളല്ലേ നമ്മൾ. അതുകൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്, ചവച്ചത് തന്നെ വീണ്ടും ചവച്ചുകൊണ്ടിരിക്കുക, ചവച്ച് തുപ്പിയിട്ട് വീണ്ടും എടുത്ത് ചവച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും ഒരു ബോറടിയില്ലെന്ന്. ഇപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ സുഖിച്ചിരിക്കുകയാണ്, നമ്മളുടെ സന്തോഷത്തിലാണ്. ഇതൊരു ജന്മമല്ലേ, നാണം കെട്ട ജന്മം, പട്ടി ജന്മം നമ്മുടെയൊക്കെ. ഇനിയെങ്കിലും ഓടി രക്ഷപ്പെടാം നമുക്ക്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അന്നേരം ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അന്നേരം ബ്രഹ്മദേവൻ ആത്മാവിനെ അല്ല സൃഷ്ടിക്കുന്നത്. ആത്മാവിനെ സൃഷ്ടിക്കാൻ കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല.
ആത്മാവ് നേരെ സൃഷ്ടി കഴിയുമ്പോൾ ഭഗവാനെ കെട്ടിപ്പിടിക്കാനായിട്ട് പോകും. പക്ഷെ ഭഗവാനെയാണ് കെട്ടിപ്പിടിക്കുന്നത്, അവർക്ക് ഓർമ്മയില്ല. സൃഷ്ടി തീരുമ്പോൾ എല്ലാവരും പോയി ഭഗവാനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ഭഗവാനും ഉറങ്ങും. ഭഗവാന്റെ ഉറക്കമല്ല നമ്മുടെ ഉറക്കം. നമ്മൾ ഏറ്റവും അന്ധകാരത്തിൽ അജ്ഞതയിൽ കിടന്നുറങ്ങുകയാണ്. പിന്നെ അടുത്ത ദിവസം ആരംഭിക്കും, വീണ്ടും ഭഗവാൻ എല്ലാവരെയും ഉണർത്തും. ബ്രഹ്മദേവം എന്ന് പറഞ്ഞ താമരയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. ഞാൻ എവിടുന്നാ വരുന്നത്, ഞാൻ ആരാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഭഗവാൻ പറയും, ഇടേ തപസ്സി, എത്ര പ്രാവശ്യം പറഞ്ഞു തരണം. ഓക്കെ, അന്നേരം വീണ്ടും തപസ് ചെയ്യും. വീണ്ടും തപസ് ചെയ്തിട്ട് ഇതാണല്ലേ, അതെ തുടങ്ങൂ, സൃഷ്ടി തുടങ്ങൂ എന്ന് പറയും. അങ്ങനെ വീണ്ടും സൃഷ്ടി തുടങ്ങും. അന്നേരത്തേക്ക് വീണ്ടും പൊക്കിയെടുക്കും ഓരോ ആത്മാക്കളെ. ഭയങ്കര കോമഡി അല്ലേ? ഒരു മാതാജി പറയാം, അതിന് ഇതൊക്കെ നമുക്ക് അറിയേണ്ടത്, എത്ര നമുക്ക് അറിഞ്ഞൂടെ? പിന്നെ നമ്മൾ എവിടുന്നാ വരുന്നത്? ഗോലോകത്തു നിന്നാണ് വരുന്നത്. നമ്മളെ പോലെ ഒരു മണ്ട ശിരോമണികൾ ഈ ലോകത്ത് വേറെ ഇല്ല. നമ്മളെല്ലാം മണ്ടന്മാരാണ്. ഇന്ന് കഴിഞ്ഞാൽ നാളെ വീണ്ടും മറക്കും, അടുത്ത ദിവസം കഴിയുമ്പോൾ വീണ്ടും മറക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ജന്മനക്ഷത്രവും സ്വഭാവം തമ്മിൽ എന്തെങ്കിലും നക്ഷത്രത്തിനനുസരിച്ചല്ല നമ്മുടെ സ്വഭാവം. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള നക്ഷത്രത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. അതുകൊണ്ട് നക്ഷത്രത്തെ മാറ്റാൻ നോക്കേണ്ട, ഗ്രഹങ്ങളെയും ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ സ്വഭാവം മാറ്റുമ്പോൾ എല്ലാം ശരി. വൃത്തികെട്ട സമയത്ത് ജനിച്ചുകൊണ്ടല്ല നമ്മുടെ വൃത്തികെട്ട സ്വഭാവം. നമ്മുടെ സ്വഭാവം ഏറ്റവും എണ്ണം കെട്ട സ്വഭാവം ആയതുകൊണ്ടാണ് എണ്ണം കെട്ട സമയത്ത് ജനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം ആദ്യം ശരിയാക്കും. നമ്മുടെ സ്വഭാവം ശരിയാകുമ്പോൾ എല്ലാം ശരിയാവും. ഏറ്റവും ആദ്യത്തെ സൃഷ്ടി കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിൽ ഗോലോകത്ത് നിന്ന് നമുക്ക് ഏത് അവസ്ഥയിലായിരുന്നു ആദ്യം സൃഷ്ടിച്ചു കൊടുത്തത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഗോലോകത്ത് നിന്ന് ആദ്യം വീഴുന്നത് നമ്മൾ അയോധ്യയിൽ വീഴും. അവിടുന്ന് രാമൻ ചവിട്ടി പുറത്താക്കും. വൈകുണ്ഠത്തിൽ നിന്ന് നാരായണൻ ചവിട്ടി പുറത്താക്കും. എന്നിട്ട് പോടേന്ന് പറയും അവിടുന്ന്. വൃത്തികെട്ട സ്വഭാവം കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നാരായണനും പുറത്താക്കി അവസാനം ബ്രഹ്മജ്യോതിയിൽ വന്നിങ്ങനെ തൂങ്ങിക്കിടക്കും. ബ്രഹ്മജ്യോതിയിൽ എത്തുന്നതിന് മുമ്പേ കൈലാസത്തിൽ നിന്ന് നന്ദിയുടെ വക ഒരു കുത്തം കിട്ടും. അവസാനം ബ്രഹ്മജ്യോതിയിൽ വന്ന് തൂങ്ങിക്കിടക്കും. അവസാനം ബ്രഹ്മജ്യോതിയിൽ വന്ന് കുറെ ബോറടിക്കുമ്പോൾ ഭഗവാൻ വിചാരിക്കും ഇവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിട്ട് പണി തരുമെന്ന് പറഞ്ഞ് ബ്രഹ്മദേവനാക്കും. എന്നിട്ട് ബ്രഹ്മദേവനായതിനു ശേഷം അവിടെ ഇരുന്ന് ഓരോ വൃത്തികെട്ട പണി ചെയ്യുമ്പോൾ വീണ്ടും ദേവന്മാരാക്കും. ദേവന്മാരായിട്ടും വൃത്തികെട്ട പണി ചെയ്യുമ്പോൾ പിന്നെ അസുരന്മാരാക്കും. അങ്ങനെ ഭൂതപ്രേതങ്ങളാക്കും. എന്നിട്ടും നന്നാവാത്ത പിന്നെ മനുഷ്യരാക്കും. മനുഷ്യരാകുമ്പോൾ പിന്നെ തറ പരിപാടികൾ തുടങ്ങുമ്പോൾ പിന്നെ മൃഗജന്മങ്ങൾ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം തറയാണെന്ന്. അതും നമ്മൾ ജനിച്ചിരിക്കുന്ന കലിയുഗത്തിലാണ്. അന്നേരം 4 യുഗങ്ങളിൽ വെച്ച് ഏറ്റവും ലോ ക്ലാസ് ആൾക്കാരാണ് നമ്മൾ. അഭിമാനിക്കാം നമുക്ക് എല്ലാവർക്കും. തനി തറകളാണ് നമുക്ക്. എന്നിട്ടും ഭഗവാൻ കാരുണ്യം കാണിക്കാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? തറകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭഗവാനും താഴെ ഇറങ്ങി ഇങ്ങനെ വരികയാണ്. എന്ത് ചെയ്യാനല്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? കുറേ തരികട പരിപാടിയായിട്ട് കുറേ ജന്മങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ഗർഗഭാഗത്തിൽ കാണാം. ഇന്നത്തെ ഗർഗഭാഗം ഷോക്കായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. ഷോക്കടിച്ച് നിങ്ങളുടെ മുടിയെല്ലാം എഴുന്നേറ്റ് നിൽക്കും. സത്യം, വെറുതെ പറയില്ല. ഒരു മാതാജ് ഒരു പ്രോജി ഇപ്പോഴാ ശരിക്കും മനസ്സിലായി. നമ്മുടെ ഭാഷയെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. അതാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അല്ല, കടിച്ചാൽ പൊട്ടാത്ത ഭാഷ പറഞ്ഞാലൊന്നും എനിക്കും മനസ്സിലാവത്തില്ല. അടുത്തൊരു ചോദ്യം, ആത്മാവ് മരിക്കുന്നില്ല, പിന്നെ എന്താണ് കഴിഞ്ഞ ജന്മം നമുക്ക് ഓർമ്മയില്ലാത്തത്? നല്ല വഴി അറിഞ്ഞാലും പോകാൻ കൂട്ടാക്കില്ല. അത് തന്നെ.
നമുക്ക് ഓർമ്മയില്ലാത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജന്മത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്നേരം കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് പോകും, നമ്മുടെ ബ്രെയിനൊക്കെ പൊട്ടിത്തെറിച്ചു പോകും. അതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യമാണ്. നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറി അറിയാമോ, റാം അടിച്ചു പൊട്ടാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയിൽ തരൂ. ആവശ്യമുണ്ടെങ്കിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഈ പണ്ടത്തേക്ക് ഇല്ലേ, ഇങ്ങനെ ഏതോ ഒരു സൈക്യാട്രിസ്റ്റ് ഇങ്ങനെ വാച്ച് വെച്ച് ഈ ക്ലോക്കിലേക്ക് സൂക്ഷിച്ചു നോക്കുക, നിങ്ങളുടെ കണ്ണുകൾ അടയുന്നു, കണ്ണുകൾക്ക് ഭാരം കൂടുന്നുണ്ട്, കണ്ണുകൾ മെല്ലെ അടയുന്നുണ്ട്, സുഖനിദ്രയിലേക്ക് ആണ്ട് പോവുക, ഒരു 5 വർഷം പുറമോട്ട് പോവുക, 10 വർഷം പുറമോട്ട് പോവുക, 20 വർഷം പുറമോട്ട് പോവുക. ഇങ്ങനെ പോയി 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 നമുക്ക് എത്ര ജന്മങ്ങൾ വേണമെങ്കിലും പോകാൻ പറ്റും. ഓക്കെ, പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരണം. അവിടെ പോയി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നമ്മൾ അവിടെ ആയിരിക്കും. പിന്നെ അവിടുന്ന് നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സ് അവിടെയും ശരീരം ഇവിടെ ആയിരിക്കും. ഈ ചില കുട്ടികളില്ലേ, അതായത് ശരീരം വലിയ ശരീരമായിരിക്കും, വലിയ പ്രായം ചെന്ന് 20-25 വയസ്സായിരിക്കും, പക്ഷെ കുട്ടികളുടെ സുഖമായിരിക്കും. സൃഷ്ടി നടക്കുന്നത് സത്യയുഗത്തിലല്ലേ? എവിടെ ഒരു വടി കിട്ടുമോ? മാതാജിക്ക് എന്താ പറ്റിയത്? നന്നായിരുന്നു ഗീതയൊക്കെ വായിക്കും മാതാജി. ഹരേ കൃഷ്ണ. അതായത് ഇന്ന് നമുക്ക് 2 മണിക്ക് ഗർഗഭാവത്തിൽ കാണാം. ഇന്നത്തെ ഗർഗഭാവം എല്ലാവർക്കും ഷോക്ക് അടിച്ച് ഒരു പരുവാകും. ഓക്കെ, അതായത് നമുക്ക് 2 മണിക്ക് കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയെങ്കിലും ഈ തറ പരിപാടിയൊക്കെ നിർത്തി ഉയർന്ന് ചിന്തിക്കാൻ പഠിക്കുക, ഭഗവാന്റെ ലോകത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ.